നമ്മൾ ഇന്നേ പച്ചരിയും ഒരിച്ചിരി നല്ല പഴുത്ത ചക്കയും ചേർത്തിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി നോക്കുന്നത്. പക്ഷേ ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് അളവിൽ പച്ചരി വേണം. അപ്പോൾ ഒരു 2-3 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരിച്ചിരി നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂർ സമയം എന്തായാലും കുതിർന്ന് കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു നമുക്കിതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്നാക്ക് സൂപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം 4 മണിക്കൂറിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒട്ടുമില്ലാതെ തന്നെ നമ്മുടെ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 6 ചുള ചക്ക, നല്ല പഴുത്ത ചക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 200 ഗ്രാം തൂക്കമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ഏലക്കായ കുരു മാത്രം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ശർക്കര വേണം. ഞാനിപ്പോൾ 2 അച്ച് വലിയ ശർക്കര എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അളവിലുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ അരിയിലേക്കും ചക്കയിലേക്കും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ചൂട്ടോടുകൂടി തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ, നിർബന്ധമായിട്ടും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം തന്നെ നിങ്ങൾക്ക് ആവി പോകുന്നത് കാണുന്നുണ്ട്. അത്രയ്ക്കും ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടും ഈ 4 മണിക്കൂർ സമയം അരി കുതിർക്കുമ്പോൾ. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു 6 മണിക്കൂർ സമയം അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതേപോലെ കുഞ്ഞി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു കളർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ഇച്ചിരി എള്ളും ജീരകവും കൂടി ചേർക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി, നല്ല ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യിൽ ഇതൊക്കെ കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്നുള്ളൊരു ഏകദേശം ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എനിക്കും സംശയം തോന്നിയായിരുന്നു ഇത് തിക്നെസ് പ്രശ്നമാവോ എന്നുള്ളത്. പക്ഷെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത ശർക്കരപ്പാനിയുടെ അളവ് കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒരു 3/4 കപ്പ് അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഉരുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമുക്ക് നമ്മുടെ മാവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അതിലൊന്നും വിഷയമില്ല. ഇനി നമ്മൾ എന്താണ്, നമ്മുടെ ഉണ്ണിയപ്പമാണ് ചെയ്യാൻ പോണത്. നമ്മുടെ ചക്കപ്പഴം ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് സ്പെഷ്യലായിട്ട് വേറെ ഞാൻ ഒഴിക്കണില്ല. എന്ന് വെച്ചാൽ നെയ്യിലാണ് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിരിക്കുന്നത്. ഇനി നെയ്യിലല്ല വെളിച്ചെണ്ണയിലാണ് തേങ്ങാക്കൊത്ത് നിങ്ങൾ വറക്കണമെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ ഒരു ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കിക്കോളാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം, നമ്മുടെ ചക്ക ഉണ്ണിയപ്പം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉണ്ടുമണികളായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഒരു തവണ എന്തായാലും ചെയ്ത് നോക്കുക. ഈ ചക്ക സീസൺ കഴിയുന്നതിന് മുൻപ് നമ്മൾ പഴം ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പമൊക്കെ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും അതും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ 4 മണിക്കൂർ സമയം നമ്മുടെ അരി കുതിർക്കുന്നതും മാവ് അരച്ചതിന് ശേഷം ഒരു 6 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യുന്നതും ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിച്ച് അരയ്ക്കുന്നതും, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് 3 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ട്ടാ. അപ്പോൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാൻ മറക്കരുത്. ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.